തികച്ചും യാദൃച്ഛികമായിട്ടാണ് രാവിലെ സെക്രട്ടേറിയറ്റ് നടവഴി പോകാൻ ഒരവസരമുണ്ടായത്. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ഒരു നോട്ടീസ് എൻ്റെ കൈവശം കിട്ടി. കുറേ സിസ്റ്റർമാരും പള്ളിയിലെ പിതാക്കന്മാരും പിന്നെ കുറേ പാവപ്പെട്ട ആളുകളും സ്ത്രീകളും കുട്ടികളും ചെറുപ്പക്കാരും ഉൾപ്പെടെ അവിടെ ഒരു സമരം നടത്തുന്നു. എന്തിനാണ് ഈ സമരം എന്നറിയാൻ ശ്രമിച്ച കൂട്ടത്തിൽ ഒരു നോട്ടീസ് എൻ്റെ കൈവശം കിട്ടി. ആ നോട്ടീസ് വായിക്കുകയും ചില വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തപ്പോൾ സങ്കടം തോന്നി, വേദനയുണ്ടായി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചത്. നമ്മളൊക്കെ അത്യാവശ്യം ഭാഗ്യം ചെയ്ത കുടുംബങ്ങളിൽ ജനിച്ചവരാണ്. രാജ്യത്ത് ഭരണാധികാരികളാകുന്നവർ വളരെ ബുദ്ധിമുട്ടിയായിട്ട് രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തിയിട്ടുള്ളവരാണെങ്കിലും ഭരണാധികാരികളാകുമ്പോൾ അല്ലെങ്കിൽ ആയ ശേഷം അത്യാവശ്യം സുഖസൗകര്യങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയുന്നവരാണ്. ഇന്നലെ വരെ തെരുവീതികളിൽ വലിയ മുദ്രാവാക്യം വിളിച്ച് പാവപ്പെട്ടവരുടെയും അശരണരായവരുടെയും നിരാലംബരുടെയും ഒക്കെ വിവിധ വിഷയങ്ങൾ ഏറ്റെടുത്ത് ഭരണഘടനാ പ്രകാരം പദവികളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം മറക്കുകയും ഒരു മധ്യവർഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഉപരിവർഗത്തിൻ്റെ ചട്ടുകങ്ങളായി അവരുടെ പ്രവർത്തനങ്ങളും അവർക്ക് വേണ്ട കാര്യങ്ങളും ചെയ്യുന്നവരായി മാറുന്ന ഒരു കാഴ്ച ജനാധിപത്യത്തിൽ വളരെ പരിതാപകരമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഓട്ടിസം ബാധിച്ച, സെർബർ പാൾസി ബാധിച്ച, മെൻ്റൽ റിട്ടാർഡ് ആയിട്ടുള്ള, മൾട്ടി ഡിസബിൾ ആയിട്ടുള്ള, ബുദ്ധിയിൽ വ്യത്യാസമുള്ള, ഞാൻ ബുദ്ധിമാന്ദ്യമുള്ളവരെന്നൊന്നും പറയാൻ വിചാരിക്കുന്നില്ല. കാരണം ഓട്ടിസവും സെർബർ പൾസിയും മെൻ്റൽ റിട്ടാർഡ്നെസ്സും മൾട്ടി ഡിസേബിൾഡും ഒക്കെ മനസ്സിലാകാത്ത നമുക്കൊക്കെയാണ് ബുദ്ധിമാന്ദ്യം സംഭവിച്ചു എന്ന് വിശ്വസിക്കുവാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇത്തരത്തിൽ ഈ പ്രകൃതിയിൽ, ഈ ഭൂമിയിൽ വന്ന നിരാലംബരായ പാവപ്പെട്ട കുട്ടികൾ, അവർ ഒരു തെറ്റും ചെയ്തിട്ടല്ല ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ വിഭാഗമായി ഭൂമിയിൽ ജനിക്കുന്നത്. അതുകൊണ്ടാണ് ഏതൊരു ജനാധിപത്യ സർക്കാരിൻ്റെയും മുഖമുദ്ര എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ അടയാളം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള പാർശ്വവൽക്കരിക്കപ്പെടാൻ സാധ്യതയുള്ളവരെ ഒപ്പം നിർത്തുന്ന, കൈപിടിച്ച് നിർത്തുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടുവരിക എന്നത്. മനോഹരമായ ഒരുപാട് കാര്യങ്ങൾ ഇതിനു വേണ്ടി നാം ചെയ്യും. ബഡ്ജറ്റിൽ പണം വയ്ക്കും, കൊടുക്കാതിരിക്കും. വളരെ കേട്ടാൽ വളരെ രസകരമായി മനോഹരമായ 3 പദ്ധതികളുണ്ട്. നിരാമയ, 1 ലക്ഷം രൂപയാണ് സൗജന്യ ഇൻഷുറൻസ്. 500 രൂപയും 300 രൂപയും അടച്ചാൽ ഇൻഷുറൻസ് കിട്ടും. 2018 മുതൽ അടച്ചു വരുന്നു. ഒരു 50 ലക്ഷം രൂപ ഇല്ലാത്തതിൻ്റെ കാരണത്താൽ നിരാമയയിൽ സർക്കാർ പണം അടയ്ക്കുന്നില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നിച്ച് ചെയ്യുന്ന ഈ പദ്ധതിയിൽ കേരള സർക്കാർ പണം അടയ്ക്കുന്നില്ല എന്നാണ് ഞാൻ അറിയുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും എടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആശ്വാസ കിരൺ പദ്ധതി 95,000 പേർക്ക് കൊടുക്കാൻ ബഡ്ജറ്റിൽ വകയിരുത്തുകയും 20,000 പേർക്ക് മാത്രം കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. 2024-25 ബഡ്ജറ്റിലും 50 കോടി രൂപ വകയിരുത്തിയെങ്കിലും 10 കോടി രൂപ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതൊരു 33,000 പേർക്ക് കൊടുത്തിട്ടുള്ളൂ. 95,000 പേർക്ക് അർഹതയുണ്ട്. അപ്പോൾ എന്താണ്, ബഡ്ജറ്റിനെയും നാം അവഹേളിക്കുകയാണോ? മധുരസുന്ദരമായ കാര്യങ്ങൾ ബഡ്ജറ്റിൽ പറയുക, ഭരണ പ്രതിപക്ഷമല്ലാതെ എല്ലാവരും കൈയടിക്കുക, പിറ്റേ ദിവസം പത്രങ്ങളിൽ വലിയ വാർത്തകൾ വരിക, ഇത് വായിക്കുന്നവരും കേൾക്കുന്നവരും വലിയ ആശ്വാസം കൊള്ളുക, പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഉഡായിപ്പുകൾ കാണിക്കുക. എന്തൊരു വിരോധാഭാസമാണ്! കേൾക്കുമ്പോൾ സങ്കടം തരുന്ന പ്രവർത്തികളാണ്. പെൻഷൻ്റെ വരുമാന പരിധി മാറ്റുന്നു. പെൻഷൻ എന്ന് പറയുന്നത് തന്നെ നാമമാത്രമായ തുകയാണ് കൊടുക്കുന്നത്. അതിൻ്റെ വരുമാന പരിധി മാറ്റുന്നു എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ മറ്റൊരു കാര്യം. പിന്നെയും ഉണ്ട് ഉത്തരവുകളിൽ വൈരുദ്ധ്യങ്ങൾ. നമ്മുടെ ഉത്തരവുകൾ ഇറക്കുന്ന ഭരണകൂടം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത വസ്തുവാണ്. അതിന് കണ്ണില്ല, കാതുമില്ല, പിന്നെ അതുപോലെ തന്നെ ചെവിയുമില്ല, മൂക്കുമില്ല.
എന്നതുപോലെ തന്നെ മനുഷ്യപ്പറ്റുമില്ല. തൻ്റെ മുന്നിൽ വരുന്നൊരു ഫയൽ എടുത്ത് എഴുതുമ്പോൾ ഇത് ആർക്ക് വേണ്ടിയാണ് എഴുതുന്നത് നോക്കാതെ ചെരുപ്പിന് വേണ്ടി കാല് മുറിക്കുന്നതിനെ പോലെ കാലിന് വേണ്ടി ചെരുപ്പിൻ്റെ അളവ് നിശ്ചയിക്കാതെ ഉള്ള ഒരുതരം ഭരണ വ്യവസ്ഥയാണ് നമുക്ക് നിർഭാഗ്യവശാൽ സ്വതന്ത്ര ഭാരതത്തിൽ മുന്നോട്ട് പോകുന്നത്. അതിൽ ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ തന്നെ, കാരണം ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നും സെക്രട്ടേറിയറ്റിലോ അനുബന്ധ ഓഫീസുകളിലോ മാറുന്നില്ലല്ലോ. ഉദ്യോഗസ്ഥ സംവിധാനത്തിൽ മാറുന്നത് രാഷ്ട്രീയ നേതൃത്വം മാത്രമാണല്ലോ. അപ്പോൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? പെൻഷൻ പദ്ധതിയിലും വലിയ പരിപാടികളുണ്ട്. അതുപോലെ തന്നെ 20 കുട്ടികൾ വേണം ഒരു സ്കൂളിന്. അപ്പോൾ 20 കുട്ടികൾ കുറഞ്ഞുള്ള സ്കൂളിന് അവിടെയുള്ള 19 കുട്ടികളായിപ്പോയാൽ അവർക്ക് ഈ ആനുകൂല്യങ്ങൾ വേണ്ടേ? ഒരു കുട്ടിയെ ഉള്ളതെങ്കിലും ആ കുട്ടിയെ കൂടി സംരക്ഷിക്കുമ്പോഴല്ലേ, അവസാനത്തെ കുഞ്ഞിനെയും കൂടി സംരക്ഷിക്കുമ്പോഴല്ലേ ഭരണഘടന ഉറപ്പ് നൽകുന്ന ജീവിക്കുവാനുള്ള അവകാശമെന്ന് പറയുന്ന ആർട്ടിക്കിൾ 21 ഒരു സമ്പൂർണത കൈവരിക്കുകയുള്ളൂ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുകയും തള്ളുകയും ചെയ്യും. ഭരണഘടന ക്ഷേത്രമാണ്, എഴുതിയ ശില്പി അംബേദ്കർ ദൈവമാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയും. പക്ഷേ ഫയലുകളിൽ വരുമ്പോൾ, പ്രവർത്തികൾ വരുമ്പോൾ നമ്മുടെ രീതി മറ്റൊന്നാണ്. അതുപോലെ തന്നെ 18 വയസ്സ് പൂർത്തിയായവർക്കുള്ള തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ എല്ലാ വർഷവും ബഡ്ജറ്റിൽ തുക നീക്കിവെക്കുമെന്ന് അറിയുന്നത്. പക്ഷെ അതെല്ലാം വാഗ്ദാനങ്ങൾ കുടുങ്ങുകയാണ്. ഇതൊക്കെ ആരെയാണ് സംരക്ഷിക്കുന്നത്? കൃത്യമായി ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയമാണ്. തീർച്ചയായും ഞാൻ സൂചിപ്പിച്ചതുപോലെ അവരും ഇവിടെ ജനിച്ചുപോയി, മാന്യമായി ജീവിച്ചു പോട്ടെ. മാന്യമായി അവർ മരിക്കുവാനും ജീവിതാവസാനം വരെ സുഖമായും മാന്യമായും അന്തസ്സോടെയും ജീവിച്ച് മരിക്കുവാനുമുള്ള അവരുടെ അവകാശത്തെയും നമ്മൾ കണക്കെടുക്കണം. ഓട്ടിസവും സെർബർ പാൾസിയും മെൻ്റൽ റിട്ടാർഡ്നെസ്സും മൾട്ടിപ്പിൾ ഡിസേബിൾഡുമായിട്ടുള്ള ബുദ്ധിയിൽ വ്യത്യാസമുള്ള കുട്ടികൾ നമ്മുടെ വീട്ടിലോ നമ്മുടെ ബന്ധുമിത്രാദികളിലോ ഉണ്ടെങ്കിലാണ് നമുക്ക് മനസ്സിലാവുക അങ്ങനെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എന്തുമാത്രം പ്രയാസത്തിലാണ് അവരെ വളർത്തിയെടുക്കുക. അവർക്ക് വൈവാഹിക ജീവിതം, സാമൂഹ്യ ജീവിതം, കുടുംബജീവിതം എല്ലാം പ്രശ്നമായി നിൽക്കുന്ന ഒരു സമൂഹത്തിൽ അവരെ എന്തുകൊണ്ട് നാം കൈപിടിച്ച് ഒപ്പം നിർത്തുന്നില്ല? മുദ്രാവാക്യങ്ങൾക്കപ്പുറം അവരെയും കൂടി കൈപിടിച്ച് ഉയർത്തുമ്പോഴാണ്, അവരെയും കൂടി ചേർത്ത് നിർത്തുമ്പോഴാണ് ജനാധിപത്യം പൂർണ്ണമാകുന്നത്. നിർഭാഗ്യവശാൽ ദിവസം കഴിയും തോറും ആഗോളവൽക്കരണത്തിൻ്റെയും മറ്റ് പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലമായിട്ടാണോ എന്നറിയില്ല, ഈ ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ നിശബ്ദതയുടെ ശബ്ദമായി, കേൾക്കാനില്ലാത്തവരുടെ ശബ്ദമായി ഇങ്ങനെയുള്ള കുട്ടികളും അവരെ പരിചരിക്കുന്ന അമ്മമാരും അവർക്ക് ആഹാരം വെച്ച് കൊടുക്കുന്ന ആയമാരും അവരെ പരിചരിക്കാൻ വേണ്ടി സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുള്ള നാമമാത്രമായി മാത്രം സൗകര്യമുള്ള സന്നദ്ധ സംഘടനകളും NGOസും ഒക്കെ ഈ നാട്ടിൽ വേറിട്ട ഒരു വിപ്ലവമാണ് നയിക്കുന്നത്. അവരെ സഹായിക്കുക എന്ന് പറയുന്നത് സർക്കാരുകളുടെ ഉത്തരവാദിത്വമാണ്. ബഡ്ജറ്റിൽ പണം വെക്കുക, കൊടുക്കാതിരിക്കുക. ഇനി കൊടുക്കണമെങ്കിൽ 100,000 നൂലാമാലകൾ ഉണ്ടാക്കുക, കണ്ടീഷനുകൾ ഉണ്ടാക്കുക, ദാരിദ്ര്യരേഖയെന്ന് പറഞ്ഞ് പേടിപ്പിക്കുക, വരുമാന പരിധി വയ്ക്കുക. എത്ര പ്രവർത്തനങ്ങളാണ്, കുരുക്കുകളാണ് ചുവപ്പ് നാടകളിലൂടെ ഈ പാവങ്ങളെ എന്തെങ്കിലും കൊടുക്കുന്നതിൽ നിന്ന് മാറ്റുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നു. അവസാനത്തെ ആളിനും, പാർശ്വവൽക്കപ്പെടുന്ന അവസാനത്തെ ആളിനും അവരുടെ ക്ഷേമവും അവരും കൂടി സുഖമായി ഉറങ്ങുന്നു എന്ന് ഉറപ്പുവരുത്തി ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ, കുട്ടികൾ, അതിലൊരു വിഭാഗം കുഞ്ഞുങ്ങൾ ഇങ്ങനെയൊക്കെ വന്നു പോയതിൻ്റെ ഫലമായി അവർ ഉറങ്ങാതെ ഇരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് വന്നിട്ട് എന്ത് കിട്ടിയെന്ന് സമരം ചെയ്യാൻ വന്നവരോട് തിരിച്ചു ചെല്ലുമ്പോൾ ആ കുഞ്ഞുങ്ങൾ ചോദിക്കാൻ കഴിയുന്നവർ ഉണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ കുറേ പോലീസുകാരെ കണ്ടു, ഞങ്ങളവിടെ ഒരു വലിയ കെട്ടിടം കണ്ടു, അതിൻ്റെ മുന്നിലിരുന്ന് കുറേ വെയിൽ കൊണ്ടു, കുറേ മുദ്രാവാക്യങ്ങൾ വിളിച്ചു, ഞങ്ങൾ പലരും ഭക്ഷണം കഴിച്ചില്ല, എന്തായാലും വെള്ളം കുടിച്ചവരുണ്ട്, കുടിക്കാത്തവരുണ്ട്, ഞങ്ങളിതാ തിരിച്ചു വന്നു എന്ന് പറയുന്നതിനപ്പുറം ആ കുട്ടികളോട് എന്ത് കിട്ടി എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ ഉറപ്പ് കിട്ടി അല്ലെങ്കിൽ കിട്ടും എന്ന് പറയാൻ കഴിയുന്ന ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകണം. അതിനുള്ള പ്രവർത്തനങ്ങളിൽ തീർച്ചയായും ഇവരോടൊപ്പം എല്ലാവരും, പൊതുസമൂഹവും, ജനാധിപത്യ ബോധമുള്ള, സാമൂഹ്യ ബോധമുള്ള
രാജ്യസ്നേഹമുള്ള എല്ലാവരും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവരോട് ഒപ്പമുണ്ടാകണം എല്ലാവരും. അവരുയർത്തുന്നത് അതിജീവനത്തിൻ്റെ സമരമാണ്. ഭക്ഷണം കഴിക്കുവാനുള്ള, വസ്ത്രം വാങ്ങുവാനുള്ള, മരുന്ന് വാങ്ങുവാനുള്ള, പണത്തിന് വേണ്ടിയിട്ടുള്ള, നാമമാത്രമായ തുകയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. അതിൽ ഒപ്പമുണ്ടാകണം.